Hi everyone, welcome to Stardust Academy. ഞാൻ റോഷ്ന. നമുക്കിന്ന് GSTയിൽ പഠിക്കാനുള്ളത് അസസ്മെൻറ്റും അതുപോലെ ഇൻസ്പെക്ഷനും ഈ രണ്ട് ടോപ്പിക്കുകളാണ്. അപ്പോൾ നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് പോകാം. അപ്പോൾ ഇതിൽ ഫസ്റ്റ് നമുക്ക് അസസ്മെൻറ്റ് എന്താണെന്ന് നോക്കാം. അസസ്മെൻറ്റ് മീൻസ് ഡിറ്റർമിനേഷൻ ഓഫ് ടാക്സ് ലയബിലിറ്റി. സിംപ്ലി പറഞ്ഞു കഴിഞ്ഞാൽ അസസ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ടാക്സ് ലയബിലിറ്റി കണ്ടുപിടിക്കുന്ന പ്രോസസ്സിനാണ് നമ്മൾ അസസ്മെൻറ്റ് എന്ന് പറയുന്നത് അണ്ടർ GST ലോ. ദിസ് ഈസ് ദ പ്രോസസ് ഓഫ് ഗ്യാതറിംഗ് ആൻഡ് ഡിസ്കഷൻ ഓഫ് ഇൻഫർമേഷൻ ഫ്രം മൾട്ടിപ്പിൾ ആൻഡ് ഡൈവേഴ്സ് സോഴ്സസ്. ഇപ്പോൾ പല സോഴ്സസിൽ നിന്ന് കിട്ടിയ ഇൻഫർമേഷൻ എല്ലാം ഗ്യാദർ ചെയ്യുക, എന്നിട്ട് ഡിസ്കസ് ചെയ്യാം, വെച്ചാൽ അതിനെ അനലൈസ് ചെയ്യുക ഇൻ ഓർഡർ ടു ഡെവലപ്പ് എ ഡീപ്പ് അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ടാക്സ് ലയബിലിറ്റി. അപ്പോൾ കറക്റ്റ് ആയിട്ടുള്ള നമ്മൾ ടാക്സ് ലയബിലിറ്റിയെ പറ്റി മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് എല്ലാ ഇൻഫർമേഷൻസും അനലൈസ് ചെയ്യാം. അതാണ് നമ്മുടെ അസസ്മെന്റ് എന്ന് പറയുന്നത്. അസസ്മെന്റ് ഡെഫിനിഷൻ എന്താ പറഞ്ഞിരിക്കുന്നത് നോക്കാം. ആസ് പെർ സെക്ഷൻ 2 സബ്സെക്ഷൻ 11 ഓഫ് CGST ആക്ട് 2017 അൺലെസ് ദ കോണ്ടെക്സ്റ്റ് അതർവൈസ് റിക്വയേഴ്സ്. അപ്പോൾ വേറെ ഒന്നും പറഞ്ഞില്ലെങ്കിൽ നോർമൽ ടേംസിൽ പറയുന്ന അസസ്മെന്റ് എന്ന് പറയുന്നത് ദ ടേം അസസ്മെന്റ് മീൻസ് ഡിറ്റർമിനേഷൻ ഓഫ് ടാക്സ് ലയബിലിറ്റി അണ്ടർ ദിസ് ആക്ട്. ഈ ആക്ടിൽ ടാക്സ് ലയബിലിറ്റി കണ്ടുപിടിക്കുക, അതാണ് അസസ്മെന്റ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആൻഡ് ഇൻക്ലൂഡ്സ് സെൽഫ് അസസ്മെന്റ്, അതിൽ സെൽഫ് അസസ്മെന്റ് ഇൻക്ലൂഡഡ് ആണ്, റീ അസസ്മെന്റ്, പ്രൊവിഷണൽ അസസ്മെന്റ്, സമ്മറി അസസ്മെന്റ് ആൻഡ് ബെസ്റ്റ് ജഡ്ജ്മെന്റ് അസസ്മെന്റ്. അപ്പോൾ ഇതൊക്കെ നമ്മുടെ ഡെഫിനേഷൻ ഓഫ് അസസ്മെന്റിൽ പറയുന്ന അസസ്മെന്റ് എന്നുള്ള ടേമിൽ വരുന്ന കാര്യങ്ങളാണ്. സെൽഫ് അസസ്മെന്റ്, റീ അസസ്മെന്റ്, പ്രൊവിഷണൽ അസസ്മെന്റ്, സമ്മറി അസസ്മെന്റ്, ബെസ്റ്റ് ജഡ്ജ്മെന്റ് അസസ്മെന്റ്. ഇതിൽ ഓരോന്നായിട്ടാണ് നമുക്കിനി പഠിക്കാനുള്ളത്. ഇപ്പം നമ്മൾ പല ടൈപ്സ് ഓഫ് അസസ്മെന്റ് ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ. അതിൽ ടൈപ്സ് ഓഫ് അസസ്മെന്റ് ആണ് നമുക്ക് പഠിക്കാനുള്ളത്. ഒന്നാമത്തെ സെൽഫ് അസസ്മെന്റ്. ഇതാണ് നോർമൽ കേസസിൽ നടക്കുന്നത്. നോർമൽ കേസസിൽ എങ്ങനെയാണ് GSTയിൽ നമ്മൾ ടാക്സ് ലയബിലിറ്റി ഒക്കെ കണ്ടുപിടിക്കുന്നത്? നമ്മൾ ഒരു നോർമൽ ടാക്സ് പെയർ ആണെങ്കിൽ, രജിസ്റ്റേർഡ് പേഴ്സൺ ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? നമ്മുടെ റിട്ടേൺ ഫയൽ ചെയ്യും അല്ലേ. അപ്പം ഞാൻ തന്നെയാണ് എൻ്റെ ടാക്സ് ലയബിലിറ്റി കണ്ടുപിടിക്കുന്നത്. അപ്പോൾ ഇതിനാണ് നമ്മൾ സെൽഫ് അസസ്മെന്റ് എന്ന് പറയുന്നത്. ദ GST law simply covers the taxpayers self-assess the taxes owed and file the necessary return. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ GST ലോയിൽ പറഞ്ഞിരിക്കുന്നത്. In GST, where invoice matching is a prerequisite for input tax credit, so proper self-assessment by taxpayer is very important. ഇപ്പോൾ ഇൻവോയ്സ് മാച്ച് ചെയ്തിട്ടാണ് നമ്മൾ ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ്, നമ്മൾ മാച്ചിങ് ഒക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ITC കേസിൽ വരുന്ന മാച്ചിങ് ഒക്കെ നമ്മൾ പഠിച്ചു. ഒരു സപ്ലയർ ഇൻവോയ്സ് നമ്മളെ ഇതിൻ്റെ അകത്ത് അപ്ലോഡ് ചെയ്യുന്നു റിട്ടേൺ ത്രൂ. അപ്പോൾ അത് സെയിം ഇൻവോയ്സ് നമ്മൾ റെസിപ്പിയൻറ്റിൻ്റെ കേസിൽ നമ്മൾ മാച്ച് ചെയ്യുന്നു. അങ്ങനെയൊക്കെയാണ് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് ആവുന്നത് അല്ലേ. അതുകൊണ്ട് തന്നെ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇൻവോയ്സ് മാച്ചിങ്, അതേപോലെ തന്നെ കറക്റ്റ് ആയിട്ടുള്ള GST കാൽക്കുലേഷനും. So proper self-assessment by taxpayer is very important. Every registered person shall self-assess the taxes payable under this act and furnish a return for each tax period as specified in the law. അപ്പോൾ എല്ലാ ടാക്സ് പീരിയഡിനും നമ്മൾ സെൽഫ് അസസ് ചെയ്യുകയും അതേപോലെ തന്നെ റിട്ടേൺ ഫയൽ ചെയ്യുകയും ചെയ്യണം എല്ലാ രജിസ്റ്റേർഡ് പേഴ്സൺസും. അതിൻ്റെ രണ്ടാമത്തെ പ്രൊവിഷണൽ അസസ്മെൻ്റ് ആണ്. പ്രൊവിഷണൽ അസസ്മെൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ടാക്സബിൾ പേഴ്സൺ അയാളുടെ വാല്യൂ സപ്ലൈയോ വാല്യൂ ഓഫ് ഗുഡ്സ് ഓർ സർവീസസ് അതേപോലെ തന്നെ റേറ്റ് ഓഫ് ടാക്സ് ഒന്നും മനസ്സിലാക്കാൻ പറ്റുന്നില്ല, ഡിറ്റർമിൻ ചെയ്യാൻ പറ്റാത്ത സിറ്റുവേഷൻ വരുമ്പോഴാണ് പ്രൊവിഷണൽ അസസ്മെന്റ് വരുന്നത്. അപ്പോൾ ഇങ്ങനെ മനസ്സിലാക്കാൻ പറ്റാത്ത സിറ്റുവേഷൻ വരുന്ന സമയത്ത് ഈ ടാക്സ് പെയറിന് എന്ത് ചെയ്യുക? പ്രോപ്പർ ഓഫീസറിന് ഒരു റിക്വസ്റ്റ് കൊടുക്കാം. റിക്വസ്റ്റ് എന്ന് പറഞ്ഞാൽ റൈറ്റിങ്ങിലായിരിക്കണം. റൈറ്റിങ്ങിൽ ഒരു റിക്വസ്റ്റ് കൊടുക്കുവാണ്, എന്നെ ഒരു പെർട്ടിക്കുലർ പ്രൊവിഷണലി ഒരു പേയ്മെൻറ്റ് അടക്കാൻ വേണ്ടി സമ്മതിക്കണം എന്ന് പറഞ്ഞിട്ട് എനിക്കിപ്പോൾ കാൽക്കുലേറ്റ് ചെയ്ത് പറ്റുന്നില്ല. ഇപ്പോൾ പ്രൊവിഷണൽ തൽക്കാലത്തേക്ക് എനിക്കൊരു ടാക്സ് പേയ്മെൻറ്റ് അടക്കാൻ സമ്മതിക്കണം എന്ന് പറഞ്ഞിട്ട് നമുക്കൊരു റിക്വസ്റ്റ് കൊടുക്കാം. ഇപ്പോൾ റിക്വസ്റ്റ് കിട്ടിയിട്ട് 90 ഡേയ്സിൻ്റെ ഉള്ളിൽ എന്ത് ചെയ്യണം? ഈ പ്രൊവിഷണൽ ബേസിസിൽ ടാക്സ് അടക്കാൻ അനുവദിച്ചു കൊണ്ടുള്ള ഓർഡർ നമ്മുടെ പ്രോപ്പർ ഓഫീസർ പാസ് ചെയ്തിരിക്കണം. ഇതാണ് നമ്മൾ പ്രൊവിഷണൽ അസസ്മെൻറ്റിൻ്റെ കാര്യം പറയുന്നത്. ഇനി നമ്മൾ പ്രൊവിഷണൽ അസസ്മെന്റ് കേസിൽ ടാക്സ് പേ ചെയ്യേണ്ട സമയത്ത് ദ പേയ്മെന്റ് ഓഫ് ടാക്സ് ഓൺ പ്രൊവിഷണൽ ബേസിസ് മേ ബി അലൗഡ്. അത് അലോ ചെയ്യണമെങ്കിൽ ഒരു ഷ്യൂരിറ്റി വെക്കണം. ഇഫ് ദ ടാക്സബിൾ പേഴ്സൺ എക്സിക്യൂട്ട്സ് എ ബോണ്ട് ഇൻ സച്ച് എ in a form as may be prescribed. ഒരു ബോണ്ട് എക്സിക്യൂട്ട് ചെയ്യണം. ആൻഡ്
with such surety or security as the proper officer may deem fit. അപ്പോൾ പ്രോപ്പർ ഓഫീസറിന് തോന്നുന്ന രീതിയിലുള്ള കറക്റ്റ് ആണെന്ന് തോന്നുന്ന രീതിയിലുള്ള ഒരു ഷുവർട്ടി അല്ലെങ്കിൽ ബോണ്ട് അല്ലെങ്കിൽ സെക്യൂരിറ്റി എന്താണെന്ന് വെച്ച് വെക്കണം. എന്ന് വെച്ചാൽ ഞാൻ കറക്റ്റ് ആയിട്ടുള്ള പേയ്മെൻറ്റ് എത്രയാണെന്ന് അസസ് ചെയ്ത് കഴിഞ്ഞാൽ, കറക്റ്റ് പേയ്മെൻ്റ് അല്ല ഇപ്പം നടത്തുന്നത് അല്ലേ, പ്രൊവിഷണൽ പേയ്മെൻ്റ് ആണ്, അപ്പോൾ ഏകദേശം ഒരു പേയ്മെൻ്റ് ആണ് നടത്തിയിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ അകത്ത് എന്തെങ്കിലും ഡിഫറൻസ് വരുവാണെങ്കിൽ ഫൈനലി അസസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഇപ്പം അടച്ചിരിക്കുന്ന പ്രൊവിഷണൽ അസസ് ചെയ്തതും ഫൈനൽ അസസ്മെൻറ്റും തമ്മിൽ എന്തെങ്കിലും ഡിഫറൻസ് ഉണ്ടെങ്കിൽ അത് പേ ചെയ്തോളാന്ന് പറഞ്ഞിട്ട് ഒരു ബോണ്ടോ ഷുവർട്ടിയോ സെക്യൂരിറ്റി എന്തെങ്കിലും നമ്മൾ വെക്കേണ്ടി വരും. എന്നാൽ മാത്രമേ പ്രൊവിഷണൽ അസസ്മെന്റ് സമ്മതിക്കുള്ളൂ. നെക്സ്റ്റ് വരുന്ന ബെസ്റ്റ് ജഡ്ജ്മെന്റ് അസസ്മെന്റ് ആണ്. ബെസ്റ്റ് ജഡ്ജ്മെന്റ് അസസ്മെന്റ് വരുന്ന എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ റിട്ടേൺ ഫയൽ ചെയ്യുന്നില്ല, ഇപ്പം നോട്ടീസ് കൊടുത്തു എന്നിട്ടൊന്നും റിട്ടേൺ ഫയൽ ചെയ്യുന്നില്ല. അങ്ങനെയാണെങ്കിൽ ഈ പ്രോപ്പർ ഓഫീസറിന് അയാൾക്ക് സ്വന്തം ജഡ്ജ്മെൻറ്റിനനുസരിച്ച് അയാളെ അസസ് ചെയ്യാം. ആ പേഴ്സണെ അസസ് ചെയ്തിട്ട് ടാക്സ് ലയബിലിറ്റി കണ്ടുപിടിക്കാം. ഈ അസസ്മെൻറ്റ് നടത്തുന്ന സമയത്ത് ആ പ്രോപ്പർ ഓഫീസറിൻ്റെ കയ്യിലുള്ള മെറ്റീരിയലും അതുപോലെ തന്നെ അയാൾ കണ്ടുപിടിച്ചിരിക്കുന്ന മെറ്റീരിയൽസും എവിടെന്നെങ്കിലും ഗ്യാദർ ചെയ്ത മെറ്റീരിയൽസും ഒക്കെ വെച്ചിട്ടായിരിക്കും ഈ അസസ്മെൻറ്റ് നടത്തിയിരിക്കുന്നത്. ഇപ്പോൾ ഈ അസസ്മെൻറ്റ് നടത്തേണ്ടത് ശരിക്കും പറഞ്ഞാൽ എപ്പോഴാണോ അസസ്മെൻറ്റ് നടത്തേണ്ടത് അത് മുതൽ 5 വർഷത്തിൻ്റെ ഉള്ളിലാണ് ഈ ബെസ്റ്റ് ജഡ്ജ്മെൻറ്റ് അസസ്മെൻറ്റ് നടത്താം. അപ്പോൾ ഇത് നടത്തുന്ന പ്രോപ്പർ ഓഫീസറാണ്, സെൽഫ് അസസ്മെൻ്റ് അല്ല, പ്രോപ്പർ ഓഫീസറാണ് ഈ അസസ്മെൻറ്റ് നടത്തുന്നത്. അപ്പോൾ പ്രോപ്പർ ഓഫീസറിൻ്റെ കയ്യിലുള്ള ഡോക്യുമെൻറ്റ്സിനനുസരിച്ച് ബെസ്റ്റ് ജഡ്ജ്മെൻറ്റ് നടത്തിയിട്ട് ഇത്ര ടാക്സ് പേ ചെയ്യണമെന്ന് അറിയിക്കും. ഇനി ബെസ്റ്റ് ജഡ്ജ്മെൻറ്റ് അസസ്മെൻറ്റിൻ്റെ കുറച്ച് പ്രൊവിഷൻസ് ആണ് പറയുന്നത്. വേറെ ടാക്സബിൾ പേഴ്സൺ ഫെയിൽസ് ടു ഒബ്റ്റെയിൻ രജിസ്ട്രേഷൻ ഈവൻ ദോ ലയബിൾ ടു ഡൂ സോ. ഇപ്പോൾ ഒരാൾ രജിസ്ട്രേഷൻ ചെയ്യേണ്ട ആളാണ്, പക്ഷെ അത് അയാൾ രജിസ്റ്റർ ചെയ്തില്ല. ഓർ ഹൂസ് രജിസ്ട്രേഷൻ ഹാസ് ബീൻ ക്യാൻസൽ, അല്ലെങ്കിൽ ഒരാളുടെ രജിസ്ട്രേഷൻ ക്യാൻസൽ ചെയ്യുവാണ്, ബട്ട് ഹൂ വാസ് ലയബിൾ ടു പേ ടാക്സ്. അപ്പോൾ അയാൾ പക്ഷേ ടാക്സ് പേ ചെയ്യേണ്ട ഒരു പേഴ്സൺ ആയിരുന്നു. അങ്ങനെയാണെങ്കിൽ ദ പ്രോപ്പർ ഓഫീസർ മേ പ്രൊസീഡ് ടു അസസ് ദ ടാക്സ് ലയബിലിറ്റി ഓഫ് സച്ച് ടാക്സബിൾ പേഴ്സൺ ടു ദ ബെസ്റ്റ് ഓഫ് ഹിസ് ജഡ്ജ്മെന്റ്. അപ്പോൾ അങ്ങനത്തെ സിറ്റുവേഷനിലും എന്ത് ചെയ്യാം, ബെസ്റ്റ് ജഡ്ജ്മെന്റ് അസസ്മെന്റ് നടത്താം ഫോർ ദ റെലവൻറ്റ് ടാക്സ് പീരിയഡ് ആൻഡ് ഇഷ്യൂ ആൻ അസസ്മെന്റ് ഓർഡർ വിത്തിൻ എ പീരിയഡ് ഓഫ് 5 years. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ 5 yearsൻ്റെ ഉള്ളിൽ എന്ത് ചെയ്യാം, അസസ് ചെയ്തിട്ട് ഇത്ര പൈസ അടക്കണം എന്ന് പറഞ്ഞിട്ട് അറിയിക്കാം. From the date specified for furnishing the annual return for the financial year to which tax is not paid by the paid relates. അപ്പോൾ ഏത് പീരീഡിലാണോ അയാൾ ടാക്സ് പേ ചെയ്യാതിരുന്നത് ആ പീരീഡ് മുതൽ 5 വർഷത്തിൻ്റെ ഉള്ളിലാണ് നമ്മൾ ഈ ബെസ്റ്റ് ജഡ്ജ്മെൻറ്റ് അസസ്മെൻറ്റ് നടത്തിയിട്ട് ഓർഡർ പാസ് ചെയ്യേണ്ടത്. Provided that no such assessment order shall be passed without giving the person an opportunity of being heard. അപ്പം അങ്ങനെ ആണെങ്കിലും ഇപ്പം ബെസ്റ്റ് ജഡ്ജ്മെൻറ്റ് അസസ്മെൻറ്റിൽ ആ പ്രോപ്പർ ഓഫീസർ സ്വന്തം ഇഷ്ടപ്രകാരമാണ് ചെയ്യുന്നതെങ്കിലും നമ്മുടെ ആരാണോ ടാക്സ് പെയർ അയാളെ വിളിച്ചിട്ട് അയാളുടെ പാർട്ടും കൂടി കേൾക്കാനുള്ള ഒരു അവസരം നമ്മൾ കൊടുത്തിരിക്കണം. എന്നിട്ടും അയാൾ അവസരം കൊടുത്തിട്ടും അയാളൊന്നും പറഞ്ഞില്ലെങ്കിൽ പിന്നെ പ്രോപ്പർ ഓഫീസറിന് എന്ത് ചെയ്യാം, സ്വന്തം ഇഷ്ടം പോലെ ചെയ്യാം. ഇനിയിപ്പോൾ അയാൾ കുറച്ച് ഡോക്യുമെൻറ്റ്സ് കൊണ്ടു കൊടുക്കുകയാണെങ്കിൽ അതിനനുസരിച്ച് നമുക്ക് അസസ് ചെയ്യാം. അപ്പോൾ എന്തായി കഴിഞ്ഞാലും ആരാണോ ആ പേഴ്സൺ ഒരു അവസരം കൊടുക്കണം, അയാളുടെ പാർട്ട് പറയാനുള്ള ഒരു അവസരം കൊടുത്തതിന് ശേഷം മാത്രമാണ് നമ്മൾ ബെസ്റ്റ് ജഡ്ജ്മെൻറ്റ് അസസ്മെൻറ്റ് നടത്തുന്നത്. ഇനി നെക്സ്റ്റ് ഒരു ടൈപ്പ് ഓഫ് അസസ്മെൻറ്റ് പറയുന്ന സമ്മറി അസസ്മെൻറ്റ് ഓർ പ്രൊട്ടക്റ്റീവ് അസസ്മെൻറ്റ് ഇൻ സർട്ടൻ സ്പെഷ്യൽ കേസസ്. ശരിക്കും ഈ സ്പെഷ്യൽ കേസസ് എപ്പോഴാണെന്ന് പറയുകയാണെങ്കിൽ നമ്മൾ അസസ്മെൻറ്റ് വൈകിക്കുന്നത് കൊണ്ട് റവന്യൂ എഫക്റ്റ് ചെയ്യും, ഗവൺമെൻറ്റിൻ്റെ റവന്യൂ എഫക്റ്റ് ചെയ്യും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഒരാൾ നമ്മുടെ ബിസിനസ് ക്ലോസ് ചെയ്ത് എവിടെയെങ്കിലും പോവുകയാണ്, അങ്ങനെ എന്തെങ്കിലും ഒരു സിറ്റുവേഷൻ നമ്മൾ കാണുവാണെങ്കിൽ നടത്തുന്നതാണ് സമ്മറി അസസ്മെൻറ്റ് അല്ലെങ്കിൽ പ്രൊട്ടക്റ്റീവ് അസസ്മെൻറ്റ്. ആ റവന്യൂയെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. The proper officer may own any evidence showing a tax liability of a person coming to his notice. അപ്പോൾ ഒരാൾക്ക് ഒരു പ്രോപ്പർ ഓഫീസറിന് തോന്നുവാണ് with the previous permission of additional commissioner or joint commissioner proceed to assess the tax liability of such person to protect the interest of revenue. അപ്പോൾ ഒരു റവന്യൂ പ്രൊട്ടക്റ്റ് ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻ ഉണ്ടെന്ന് നമുക്ക് ഒരു പ്രോപ്പർ ഓഫീസറിന് തോന്നുവാണെങ്കിൽ അപ്പോൾ അഡീഷണൽ കമ്മീഷണറോ ജോയിൻറ്റ് കമ്മീഷണറോ ആരുടെയെങ്കിലും പെർമിഷനോടെ നമുക്ക് എന്ത് ചെയ്യാം, ആ ടാക്സ് ലയബിലിറ്റി അസസ് ചെയ്യാൻ വേണ്ടി പ്രൊസീഡ് ചെയ്യാം. പ്രോപ്പർ ഓഫീസറിന് അത് ചെയ്യാം. ആൻഡ് ഇഷ്യൂ ആൻ അസസ്മെൻറ്റ് ഓർഡർ, എന്നിട്ട് അസസ്മെൻറ്റ് ഓർഡർ കാണിക്കാം. If he has sufficient grounds to believe that any delay in doing so may adversely affect the interest of revenue. അപ്പോൾ അയാൾക്ക് തോന്നുകയാണ് ചിലപ്പം കുറച്ചുകൂടി നമ്മൾ ഡിലേ ആക്കി കഴിഞ്ഞാൽ ആ റവന്യൂ കിട്ടാനുള്ള ചാൻസിനെ എങ്ങനെയെങ്കിലും അഡ്വേഴ്സ്ലി എഫക്റ്റ് ചെയ്യും. വെച്ചാൽ റവന്യൂ കിട്ടാതെ പോകും, ആ GST കിട്ടാതെ പോകും. അങ്ങനെ എന്തെങ്കിലും ഒരു ഡൗട്ട് വരുവാണെങ്കിൽ എന്ത് ചെയ്യാം, ഇങ്ങനെ നമുക്ക് സമ്മറി അസസ്മെൻറ്റ് അല്ലെങ്കിൽ പ്രൊട്ടക്റ്റീവ് അസസ്മെൻറ്റ് നടത്താം. On an application made by the taxable person within 30 days from the date of receipt of order
order passed on his motion. അപ്പം നമുക്ക് ഈ ഒരു പ്രോപ്പർ ഓഫീസർ ഒരു ഓർഡർ പാസ് ചെയ്തു, എന്നിട്ട് ഈ ടാക്സബിൾ പേഴ്സൺ 30 ഡേയ്സിനുള്ളിൽ അതിനൊരു ആപ്ലിക്കേഷൻ കൊടുക്കുകയാണ്. എന്നുവെച്ചാൽ ഇങ്ങനെയല്ല, അങ്ങനെ ഒരു സംഭവം ഇല്ല എന്നുള്ള രീതിയിൽ എനിക്ക് സ്വന്തമായിട്ട് SSC ചെയ്യാൻ പറ്റുന്നു, അല്ലെങ്കിൽ ഇവിടെ ഒരു റവന്യൂ പോകുന്ന ഒരു അഡ്വൈസിൽ എഫക്റ്റ് ആവുന്ന സിറ്റുവേഷൻ ഇല്ലെന്നോ അയാൾ ആപ്ലിക്കേഷൻ കൊടുക്കുകയാണെങ്കിൽ, if the additional commissioner or joint commissioner considers that such order is erroneous, അപ്പം നമ്മുടെ കമ്മീഷണറിനോ അല്ലെങ്കിൽ അഡീഷണൽ കമ്മീഷണറിനോ തോന്നുവാണ് ആ പാസ് ചെയ്ത ഓർഡറിൽ എന്തെങ്കിലും തെറ്റുണ്ടായിരുന്നു എന്ന് തോന്നുവാണെങ്കിൽ, he may withdraw such order and follow the procedure laid down in section 73 or section 74. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അവർക്ക് എന്ത് ചെയ്യാം, ആ ഓർഡർ വിഡ്രോ ചെയ്യാം. വിഡ്രോ ചെയ്തതിന് ശേഷം സെക്ഷൻ 73 സെക്ഷൻ 74 പ്രകാരമുള്ള പ്രൊസീജിയേഴ്സ് ഫോളോ ചെയ്ത് പോവാം. ഇനി നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ളത് സ്ക്രൂട്ടിനി ഓഫ് റിട്ടേൺസ് ആണ്. ദ ഫോളോയിങ് ആർ ദ പ്രൊവിഷൻസ് റിലേറ്റഡ് ടു സ്ക്രൂട്ടിനി ഓഫ് റിട്ടേൺസ്. റിട്ടേൺസ് സ്ക്രൂട്ടനൈസ് ചെയ്യുന്നതിൻ്റെ പ്രൊവിഷൻസാണ് പറയുന്നത്. ഒന്നാമത്തെ, പ്രോപ്പർ ഓഫീസർ മേ സ്ക്രൂട്ടനൈസ് ദ റിട്ടേൺ ആൻഡ് റിലേറ്റഡ് particulars furnished by the registered person. രജിസ്റ്റേർഡ് പേഴ്സൺ ഫേണിഷ് ചെയ്തിരിക്കുന്ന റിട്ടേൺസും അതിൻ്റെ ബാക്കി ഇൻഫർമേഷനും ഒക്കെ പ്രോപ്പർ ഓഫീസറിനെ സ്ക്രൂട്ടനൈസ് ചെയ്യാം. ടു വെരിഫൈ ദ കറക്റ്റ്നെസ് ഓഫ് റിട്ടേൺസ് ആൻഡ് ഇൻഫോം ഹിം ഓഫ് ദ ഡിസ്ക്രീപ്പൻസീസ് നോട്ടീസ്ഡ് ഇഫ് എനി. അത് കറക്റ്റ് ആണോ നോക്കാം. എന്നിട്ട് എന്തെങ്കിലും മിസ്റ്റേക്ക് ഡിസ്ക്രീപ്പൻസീസ് തോന്നുവാണെങ്കിൽ എന്ത് ചെയ്യാം, ആ പേഴ്സണിന് നമുക്ക് ഇൻഫർമേഷൻ കൊടുക്കാം. എന്നുവെച്ചാൽ അതിൽ ഇത്രയും മിസ്റ്റേക്സ് ഉണ്ടെന്നുള്ള ഇൻഫർമേഷൻ പാസ് ചെയ്യണം. ഇൻ കേസ് ദ എക്സ്പ്ലനേഷൻ ഈസ് ഫൗണ്ട് ആക്സെപ്റ്റബിൾ, ദ രജിസ്റ്റേർഡ് പേഴ്സൺ ഷാൾ ബി ഇൻഫോംഡ് അക്കോർഡിംഗ്ലി ആൻഡ് നോ ഫർദർ ആക്ഷൻ ഷാൾ ബി ടേക്കൺ ഇൻ ദിസ് റിഗാർഡ്. അതിനിപ്പം അയാൾ എക്സ്പ്ലനേഷൻ കൊടുക്കുകയാണ്, സ്ക്രൂട്ടിനി നടത്തി, ഇന്ന കാര്യങ്ങൾ കുഴപ്പമുണ്ടെന്ന് തോന്നി, അപ്പോൾ രജിസ്റ്റേർഡ് പേഴ്സൺ അതിൻ്റെ എക്സ്പ്ലനേഷൻ കൊടുത്തു, അതിൽ കുഴപ്പമൊന്നും തോന്നില്ലെങ്കിൽ പിന്നെ അതിന് മേലെ വേറെ ആക്ഷനൊന്നും എടുക്കേണ്ടയില്ല. ഇൻ കേസ് നോ satisfactory explanation is furnished within a period of 30 days. ഇനിയിപ്പം നമുക്ക് സാറ്റിസ്ഫാക്ടറി ആയിട്ടുള്ള ഒരു എക്സ്പ്ലനേഷൻ കിട്ടിയില്ല, 30 ദിവസത്തിനുള്ളിൽ എക്സ്പ്ലനേഷൻ കിട്ടണം എന്നാണ്. അങ്ങനെ ഒരു എക്സ്പ്ലനേഷൻ 30 ദിവസത്തിനുള്ളിൽ കിട്ടിയില്ലെങ്കിൽ, of being informed by the proper officer or such further period as may be permitted by him. അല്ലെങ്കിൽ 30 days അല്ലെങ്കിൽ 30 days കഴിഞ്ഞിട്ട് എന്തെങ്കിലും എക്സ്ട്രാ ടൈം കൊടുക്കുകയാണെങ്കിൽ ആ ടൈമിൻ്റെ ഉള്ളിലും നമുക്ക് പ്രോപ്പർ ആയിട്ടുള്ള ഒരു എക്സ്പ്ലനേഷൻ കിട്ടിയില്ലെങ്കിൽ, or where the registered person after accepting the discrepancies fails to take the corrective measure. അല്ലെങ്കിൽ ഡിസ്ക്രീപ്പൻസീസ് ഉണ്ടെന്ന് അയാൾ സമ്മതിച്ചു, പക്ഷെ അയാൾ അതിന് ശരിയാക്കാനുള്ള ഒരു മെഷേഴ്സും എടുത്തില്ല. ഇൻ ഹിസ് റിട്ടേൺ ഫോർ ദ മന്ത് ഇൻ വിച്ച് ദ ഡിസ്ക്രീപ്പൻസീസ് ആക്സെപ്റ്റഡ്. അപ്പോൾ അയാളുടെ റിട്ടേണിലുള്ള ചേഞ്ചസ് ഒന്നും അയാൾ ആ മന്തിൽ തന്നെ വരുത്തുന്നില്ലെങ്കിൽ, ദ പ്രോപ്പർ ഓഫീസർ മേ ഇനീഷ്യേറ്റ് അപ്രോപ്രിയേറ്റ് ആക്ഷൻ ആൻഡ് പ്രൊസീഡ് ടു ഡിറ്റർമിൻ ദ ടാക്സ് ആൻഡ് അതർ ഡ്യൂസ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ പ്രോപ്പർ ഓഫീസറിന് എന്ത് ചെയ്യാം, ആക്ഷൻ എടുക്കാം, അതിന് എഗെയിൻസ്റ്റ് ആയിട്ട് ആക്ഷൻ എടുക്കാം. എന്നിട്ട് ടാക്സ് അയാൾക്ക് സ്വന്തമായിട്ട് തീരുമാനിക്കാനും അതേപോലെ എന്തെങ്കിലും ഡ്യൂസ് ഉണ്ടെങ്കിൽ അത് തീരുമാനിക്കാനും പറ്റും. നെക്സ്റ്റ് ഇൻസ്പെക്ഷൻ ആണ്. ഇൻസ്പെക്ഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് മീൻസ് ടു എനാബിൾ ഓഫീസേഴ്സ് ടു ആക്സസ് എനി പ്ലേസ് ഓഫ് ബിസിനസ് ഓഫ് ദ ടാക്സബിൾ പേഴ്സൺ ആൻഡ് ഓൾസോ എനി പ്ലേസ് ഓഫ് ബിസിനസ് ഓഫ് എ പേഴ്സൺ എൻഗേജ്ഡ് ഇൻ ട്രാൻസ്പോർട്ടിംഗ് ഗുഡ്സ് ഓർ ഹീ ഈസ് എൻ ഓണർ ഓർ എൻ ഓപ്പറേറ്റർ ഓഫ് എ വെയർ ഹൗസ് ഓർ ഗോഡൗൺ. ഇപ്പോൾ ഇവിടെ നമ്മൾ ട്രാൻസ്പോർട്ടേഷൻ്റെ ആൾക്കാരും അതേപോലെ വെയർ ഹൗസിൻ്റെ ആൾക്കാരും പിന്നെ നോർമൽ ബിസിനസ് പേഴ്സൺസും എല്ലാവരും നമ്മൾ റിട്ടേൺ ഫയൽ ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ. അപ്പോൾ അങ്ങനത്തെ സിറ്റുവേഷനിലാണെങ്കിൽ ഒരു പേഴ്സൺ ഒരു പ്രോപ്പർ ഓഫീസറിന് തോന്നുവാണെങ്കിൽ, നെസസറി ആണെന്ന് തോന്നുവാണെങ്കിൽ, ആ പ്ലേസസിൽ പോയിട്ട് ഇൻസ്പെക്ട് ചെയ്യാം. ഏതൊക്കെയാണ് ബിസിനസ് പ്ലേസ്, അല്ലെങ്കിൽ ട്രാൻസ്പോർട്ടേഷൻ ആണെങ്കിൽ ആ പ്ലേസ്, അതേപോലെ തന്നെ ഗോഡൗണോ വെയർ ഹൗസ് ആണെങ്കിൽ ആ പ്ലേസ്. അപ്പോൾ അവിടെ പോയിട്ട് ഇൻസ്പെക്ഷൻ നടത്താനുള്ള റൈറ്റ് ഉണ്ട്. And a search, it means an action of the government machinery to go, look through or examine carefully a place, area, person, object, etc. in order to find something concealed. അപ്പം സെർച്ച് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അല്ലേ, പോയി തിരയുക, അതാണ് സെർച്ച് എന്ന് പറയുന്നത്. ഇപ്പോൾ സെർച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഗവൺമെൻറ് മെഷീനറിക്ക് ഒരു ആക്ഷൻ എടുക്കാം. ആ ആക്ഷൻ പ്രകാരം ഏതെങ്കിലും ഒരു പ്ലേസ് അല്ലെങ്കിൽ ഏരിയ, ഒരു പേഴ്സൺ, ഒബ്ജക്റ്റ് എന്തെങ്കിലും കെയർഫുള്ളി നമുക്ക് ചെക്ക് ചെയ്യാം, എക്സാമിൻ കെയർഫുള്ളി ഇൻ ഓർഡർ ടു ഫൈൻഡ് സംതിങ് കൺസീൽഡ്. എന്തെങ്കിലും മറച്ചു വെച്ചിരിക്കുന്നു എന്ന് തോന്നുവാണെങ്കിൽ അത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട്, ഓർ ഫോർ ദ പേർപ്പസ് ഓഫ് ഡിസ്കവറിങ് എവിഡൻസ് ഓഫ് എ ക്രൈം, അല്ലെങ്കിൽ ഒരു എന്തെങ്കിലും തെറ്റ് നടന്നിട്ടുണ്ടെന്ന് തോന്നുവാണ്, അതിനുള്ള എവിഡൻസ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടും നമുക്ക് എന്ത് ചെയ്യാം, സെർച്ച് ചെയ്യാം. ഇറ്റ്സ് സീസർ. സീസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ആൻ ആക്ട് ഓഫ് ടേക്കിംഗ് പൊസിഷൻ ഓഫ് പ്രോപ്പർട്ടി. ഒരു പ്രോപ്പർട്ടി എടുക്കുക,
ഇപ്പോൾ ഏതെങ്കിലും ഒരു പ്രോപ്പർട്ടിയെ നമ്മൾ എടുക്കുക, കൈവശം ആക്കുക, അതിനാണ് നമ്മൾ സീഷർ എന്ന് പറയുന്നത്. ബൈ ആൻ ഓഫീസർ അണ്ടർ ലീഗൽ പ്രോസസ്, ലീഗൽ പ്രോസസ്സിൽ കൂടി ഒരു പ്രോപ്പർ ഓഫീസറിന് ഏതെങ്കിലും ഒരു പ്രോപ്പർട്ടി കൈവശം വെക്കാനുള്ള അവകാശമാണ് സീഷർ എന്ന് പറയുന്നത്. ഇറ്റ് നോർമലി ഇംപ്ലൈസ് ടേക്കിംഗ് പൊസഷൻ ഫോഴ്സിലി contrary to the wishes of the owner of the property or who has the possession and who has unwilling to part with the possession. ഇപ്പോൾ സീസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാൾ സ്വന്തം ഇഷ്ടത്തോടെ കൊടുക്കുന്നതിനല്ല, നമ്മൾ എന്തെങ്കിലും ലീഗൽ ആക്ഷൻ്റെ ഭാഗമായിട്ട് പിടിച്ചെടുക്കുകയാണ്, ഫോഴ്സ്ഫുള്ളി നമ്മൾ എടുക്കുന്നതിനാണ് നമ്മൾ സീസർ എന്ന് പറയുന്നത്. അപ്പോൾ ഓണറിൻ്റെ ഇഷ്ടത്തോടെ എടുക്കുന്നതിന് നമുക്ക് സീസർ എന്ന് പറയില്ല. അപ്പോൾ പിടിച്ചെടുക്കുക, ഒരു പ്രോപ്പർട്ടി പിടിച്ചെടുക്കുക, അതാണ് നമ്മൾ ശരിക്കും പറഞ്ഞാൽ സീസർ എന്ന് പറയുന്നത്. നെക്സ്റ്റ്, ഇൻസ്പെക്ഷൻ ഓഫ് ഗുഡ്സ് ഇൻ മൂവ്മെൻറ്റ്. മൂവ്മെൻറ്റിലുള്ള ഗുഡ്സിൻ്റെ ഇൻസ്പെക്ഷൻ എങ്ങനെയായിരിക്കും? ദ ഗവൺമെൻറ് മേ റിക്വയർ ദ പേഴ്സൺ ഇൻ ചാർജ് ഓഫ് എ കൺവേയൻസ് മേ ബി സ്പെസിഫൈഡ് ടു ക്യാരി with him such documents and such devices as may be prescribed. ഇപ്പോൾ ഗവൺമെൻറ് ഇപ്പോൾ ഒരാൾ സാധനങ്ങൾ കൊണ്ടുപോവുകയാണെങ്കിൽ ആ കൺവേയൻസിലുള്ള ആൾ ഇന്ന തരം ഡോക്യുമെൻറ്റ്സ് കയ്യിൽ വെക്കണമെന്ന് ഗവൺമെൻറ് പ്രിസ്ക്രൈബ് ചെയ്യുന്നുണ്ട്. The details of documents required to be carried under subsection 1 shall be validated in such manner as may be prescribed. അപ്പോൾ നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന ഡോക്യുമെൻറ്റ്സ്, നമ്മൾ ഇതിൽ പറഞ്ഞില്ല, ഒന്നാമത് പറഞ്ഞ ഡോക്യുമെൻറ്റ്സ് ഒക്കെ വാലിഡേറ്റും ചെയ്യണം. എങ്ങനെയാണോ പ്രിസ്ക്രൈബ് ചെയ്തിരിക്കുന്ന ആ രീതിയിൽ, വെറുതെ ഡോക്യുമെൻ്റ് അല്ല, അതിന് വാലിഡേറ്റഡ് ആയിട്ടുള്ള വെച്ചാൽ സൈൻഡ് അല്ലെങ്കിൽ ഇലക്ട്രോണിക്കലി വെരിഫൈഡ് ആയിട്ടുള്ള ഒരു ഡോക്യുമെൻ്റ് ആയിരിക്കണം അവർ കീപ്പ് ചെയ്യേണ്ടത്. Where any conveyance referred to in subsection 1 is intercepted by the proper officer at any place, he may require the person in charge of the said conveyance to produce the documents. അപ്പം ഒരു പ്രോപ്പർ ഓഫീസർ ഏതെങ്കിലും ഒരു സ്ഥലത്ത് വെച്ചിട്ട് എന്നുവെച്ചാൽ ട്രാവൽ ചെയ്യുന്നതിൻ്റെ ഇടയിൽ കൺവയൻസിൽ എപ്പോഴെങ്കിലും ചെക്ക് ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ വരുവാണെങ്കിൽ ആ പ്രോപ്പർ ഓഫീസറിന് അതിലുള്ള ആരാണോ പേഴ്സൺ അയാളോട് എന്ത് ചെയ്യാം, ഈ ഡോക്യുമെൻറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി പറയാം. പ്രൊഡ്യൂസ് ദ ഡോക്യുമെൻറ്റ്സ് പ്രിസ്ക്രൈബ് അണ്ടർ ദ സെഡ് സബ്സെക്ഷൻ ആൻഡ് ഡിവൈസസ് ഫോർ വെരിഫിക്കേഷൻ. എന്നിട്ട് അത് വെരിഫൈ ചെയ്യാൻ പറ്റും. And the said person shall be liable to produce the documents and device and also allow the inspection of goods. അപ്പം ആ പേഴ്സൺ ആരാണോ വാഹനത്തിൽ ഇരിക്കുന്ന പേഴ്സൺ അയാൾ ആ ഡോക്യുമെൻറ്റ്സ് കൊടുത്തിരിക്കണം, അതേപോലെ തന്നെ അത് ചെക്ക് ചെയ്യാൻ അനുവദിക്കുകയും വേണം. കൂടാതെ ആ അവിടെയുള്ള ഗുഡ്സിനെയും ഇൻസ്പെക്ട് ചെയ്യാനുള്ള അനുവാദം കൊടുത്തിരിക്കണം പ്രോപ്പർ ഓഫീസറിന്. അപ്പം അങ്ങനെ ഒരു റൈറ്റ് പ്രോപ്പർ ഓഫീസറിനുണ്ട് ഒരു വാഹനത്തിൽ കൊണ്ടുപോകുന്ന ഗുഡ്സിൻ്റെ സിറ്റുവേഷനിൽ. ഇപ്പോൾ ട്രാൻസ്പോർട്ടേഷൻ്റെ സമയത്താണെങ്കിൽ അവർ അതിൻ്റെ പ്രോപ്പർ ആയിട്ടുള്ള ഡോക്യുമെൻറ്റ്സ് കീപ്പ് ചെയ്തിരിക്കണം. അപ്പോൾ ഇടയിൽ എവിടെയെങ്കിലും ചെക്കിങ് വന്നു കഴിഞ്ഞാൽ നമ്മൾ സാധാരണ നടക്കുന്ന കാര്യം തന്നെ, ചെക്കിങ് വരുവാണെങ്കിൽ ഡോക്യുമെൻറ്റ്സും കാണിക്കണം, അതേപോലെ തന്നെ ഗുഡ്സും ഇൻസ്പെക്ട് ചെയ്യാൻ അനുവദിക്കണം. അപ്പം നമ്മൾ ഇന്ന് പഠിച്ചിരിക്കുന്നത് എന്തൊക്കെയാണ് അസസ്മെൻറ്റ് എന്താണ്, ഏതൊക്കെ ടൈപ്പ് ഓഫ് അസസ്മെൻ്റ് ആണ് നമ്മൾ നോർമൽ GST കേസസിൽ വരുന്നത്, പിന്നെ സ്ക്രൂട്ടിനി ഓഫ് റിട്ടേൺസിനെ എങ്ങനെയാണ് സ്ക്രൂട്ടനൈസ് ചെയ്യുന്നത്, അതേപോലെ അതിൽ എന്തെങ്കിലും മിസ്സിംഗ് ഒക്കെ ഉണ്ടെങ്കിൽ എന്താണ് അതിൻ്റെ ആക്ഷൻ എന്താണ് വരുന്നത്, പിന്നെ ഇൻസ്പെക്ഷൻ നടത്തുന്ന കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്, അതേപോലെ തന്നെ ഗുഡ്സ് മൂവ്മെൻറ്റിലുള്ള ഗുഡ്സിൻ്റെ ഇൻസ്പെക്ഷൻ എങ്ങനെയാണ്, പിന്നെ സെർച്ച് ആൻഡ് സീസർ, ഈ കാര്യങ്ങളും ഇത്രയും കാര്യങ്ങളാണ് ടോപ്പിക്സാണ് നമ്മളിന്ന് പഠിച്ചിരിക്കുന്നത്. അപ്പോൾ ഇത്ര അസസ്മെൻറ്റിലെ ടൈപ്സ് ഓഫ് അസസ്മെൻ്റ് എന്ന് പറയുന്നതാണ് ഇതിൽ ഇമ്പോർട്ടൻറ്റ് പാർട്ട് വരുന്നത്. അപ്പോൾ ഇതുവരെയുള്ള എല്ലാവർക്കും ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. അടുത്ത വീഡിയോയിൽ കൂടി വീണ്ടും കാണാം. അതുവരയ്ക്കും ഹാപ്പി ലേണിംഗ്.